ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ടേബിൾ ഉണ്ടല്ലോ, ഈ ഒരു പ്രിഫറൻസ് ടേബിൾ. ഈ ഒരു ടേബിളിൻ്റെ ബേസിൽ നമ്മൾ ഇവരുടെ പ്രിഫറൻസിനെ ഡയഗ്രാമാറ്റിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഓരോ വോട്ടേഴ്സിനും പ്രിഫറൻസിനെ നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡയഗ്രാമാറ്റിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നമ്മുടെ എക്സ് ആക്സിസിൽ കാണിക്കുന്നത്, അത് ഈ എക്സ് ആക്സിസിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. വൈ ആക്സിസിൽ നമ്മൾ എന്തിനെ കാണിക്കുന്നത്, നമ്മുടെ യൂട്ടിലിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എ, ബി, സി ഒക്കെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എ, ബി, സി. ഇവിടെ പ്രിഫറൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി എ, ബി, സി ഒക്കെയാണ് പ്രിഫറൻസും കാര്യങ്ങളും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ്, യൂട്ടിലിറ്റിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗൗരിയുടെ നോക്കാം. അപ്പോൾ ഗൗരിയുടെ ചോയ്സ് നമുക്ക് ഫസ്റ്റ് അറിയാം. ഗൗരിയുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എയിൽ ഗൗരിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി കിട്ടുന്നത് അവിടെയാണ്. അപ്പോൾ ഗൗരിക്ക് അവിടെ എന്തായിരിക്കും, യൂട്ടിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ അത് മാർക്ക് ചെയ്യാം. ഓക്കെ, അവിടെ കിട്ടുന്ന യൂട്ടിലിറ്റി ഹയർ ആയതുകൊണ്ട് ഹയറായിട്ട് നമ്മളവിടെ അത് എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. പിന്നീട് ഗൗരിയുടെ സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ അവിടെ ഗൗരിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്താണ്, കുറവാണ്. അപ്പോൾ അത് യൂട്ടിലിറ്റി എന്താണ് ഇവിടെ, കുറവാണ്. ഓക്കെ, ദെൻ ഗൗരിയുടെ തേർഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ അവിടെ കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ബിയെക്കാട്ടിലും കുറവായിരിക്കും. അങ്ങനെ ആ ഒരു ഓർഡറിലാണ് ഗൗരിയുടേത് പോകുന്നത്. അപ്പോൾ ഗൗരിയുടെ അപ്പോൾ പ്രിഫറൻസ് കർവ് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ എന്ത് വരും, ഇങ്ങനെ വരും. ഇതാണ് ആരുടെ, ഗൗരിയുടെ പ്രിഫറൻസ് കർവെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് അലീനയുടെ നോക്കുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ ആരുടെയാണ് നോക്കുന്നത്, അലീനയുടെയാണ് നോക്കുന്നത്. അപ്പോൾ അലീനയുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്, ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അലീനയുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് പിസ്സയാണ്. അതായത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അലീനയുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഏതാണ്, സി ആണ്. ഓക്കെ, അപ്പോൾ സിയിൽ അലീനയുടെ യൂട്ടിലിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ദെൻ അലീനയുടെ സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ എക്ക് എന്താണ്, അലീനയ്ക്ക് എന്താണ്, കമ്പയർ ടു സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി കുറവാണ്. ഓക്കെ, യൂട്ടിലിറ്റി കുറവാണ്. പക്ഷേ അലീനയുടേത് ബിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയുടെ യൂട്ടിലിറ്റി അലീനയ്ക്ക് എന്താണ് അവിടെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനുമായിട്ട് കമ്പാരിറ്റീവ്ലി കുറവായിട്ട് കൊടുത്തത്. അപ്പം ബിയിലാണ് അലീനയ്ക്ക് ഏറ്റവും കുറവ് വരുന്നത്. അപ്പോൾ അലീനയുടെ പ്രിഫറൻസ് കർവ് എങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയായിരിക്കും എന്തിരിക്കുന്നത്, അലീനയുടെ പ്രിഫറൻസ് കർവ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാരുടെയാണ്, അലീനയുടെയാണ്. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് ആരുടെയാണുള്ളത്, രഞ്ജുവിൻ്റെയാണ് ഉള്ളത്. ഇനി നമ്മൾ അതിൻ്റെയാണ് രഞ്ജുവിനെയാണ് നോക്കുന്നത്. അപ്പോൾ രഞ്ജുവിൻ്റെ പ്രിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രഞ്ജുവിന് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്ന ഇവിടെയാണ്, ബിയിലാണ് രഞ്ജുവിന് എന്ത് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്താണ് രഞ്ജുവിൻ്റെ യൂട്ടിലിറ്റി ബിയിൽ വരുന്നത്. അതിനുശേഷം രണ്ടാമത് രഞ്ജുവിന് യൂട്ടിലിറ്റി കിട്ടുന്നത് പിസയിലാണ്. ബട്ട് കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ ബി ആണ്. ഓക്കെ, ബിയുമായിട്ട് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ സിയിൽ രഞ്ജുവിൻ്റെ പ്രിഫറൻസ് എന്താണ്, കുറവാണ്. ഓക്കെ, ഇവിടെയാണ് സിയിൽ രഞ്ജുവിൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രഞ്ജുവിന് ഏറ്റവും കുറവ് പ്രിഫറൻസ് രഞ്ജുവിനുള്ളതെന്ന് പറയുന്നത് ഏതാണ്, എയിലാണ്. ഓക്കെ, അപ്പോൾ രഞ്ജുവിൻ്റെ കർവ് എങ്ങനെ വരും, ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് ആരുടെയാണ്, രഞ്ജുവിൻ്റെയാണ്. ഓക്കെ, ഇനി ഈ ഒരു കർവ് എനിക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാനിതിൽ വരയ്ക്കുന്നതുകൊണ്ടുള്ള പരിമിതികളുണ്ട്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. എന്തായാലും നോക്കാം കേട്ടോ. അപ്പം ഇതിൽ ഇവർ ഓരോരുത്തരുടെയും പീക്ക് പ്രിഫറൻസ് നമ്മൾ നോക്കണം. അതായത് ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഷോ ചെയ്യുന്നതാണ് പീക്ക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഗൗരിയുടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഗൗരിയുടെ
എടുക്കുകയാണെങ്കിൽ ഗൗരിക്ക് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഏതിലാണ്? എയിലാണ്. അവിടെ ആണ് ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഗൗരിയുടെ പീക്ക് എന്ന് പറയുന്നത്, പ്രിഫറൻസിൻ്റെ പീക്ക് എന്ന് പറയുന്നത്, പീക്ക് പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ് ഗൗരിയുടെ പീക്ക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബാക്കി ഓരോന്നിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് നോക്കാം ഗൗരിയുടെ പ്രിഫറൻസ് ഈ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? കുറഞ്ഞു വരികയാണ്. ഓക്കെ, കൂടുതൽ എയിലാണ്, ലോ ബിയിലാണ്, ഏറ്റവും ലോ എന്താണ്? ഇവിടെ സിയിലുമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗൗരിയുടെ പ്രിഫറൻസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇവിടെ ഒരു പീക്ക്ഡ് പ്രിഫറൻസ് ഗൗരിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? അതായത് കൂടെ നിൽക്കുന്ന പ്രിഫറൻസ് എന്താണ്? ഒന്നേ ഉള്ളൂ ഗൗരിക്ക്. അതുകൊണ്ട് ഗൗരിയുടെ എന്തെന്ന് പറയാം? സിംഗിൾ പീക്ക്ഡ് പ്രിഫറൻസ് ആണെന്ന് പറയാം. അപ്പോൾ ഗൗരിക്ക് എന്താണ്? സിംഗിൾ പീക്ക്ഡ് പ്രിഫറൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് പറയാം. ഇനി സെക്കൻഡ് കേസ് അലീനയുടെ ഇതിലേക്ക് വരുമ്പം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അലീന ഏറ്റവും കൂടുതൽ പ്രിഫറും ചെയ്യുന്ന ഏതാണെന്ന് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സി ആണ് പ്രിഫർ ചെയ്യപ്പെടുന്നത്. അതിനുശേഷം അലീന എയിലേക്ക് പോകുന്നു. പിന്നെ ബി, ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് യൂട്ടിലിറ്റി അലീനയ്ക്ക് കിട്ടുന്നത് ഇവിടെയാണ്, ഈ ഒരു സിയിലാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഒരു ബി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ബി എന്ന് പറയുന്ന ഓപ്ഷനെക്കാട്ടിലും അലീന കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സിയും അതുപോലെ തന്നെ എന്താണ്? എയുമാണ്. ഓക്കെ, ഇവിടെ അലീനയ്ക്ക് 2 പീക്ക്ഡ് പ്രിഫറൻസ് ആണ് ഉള്ളത്. അതായത് നമുക്കിത് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ സി ആണ് അലീനയുടെ ഏറ്റവും ഹയസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. പിന്നീട് ബി ആണ് വരുന്നത്. ഇത് രണ്ടുമാണ് അലീനയുടെ ഏറ്റവും ഹയസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ബി എന്ന് പറയുന്ന പ്രിഫറൻസിനെക്കാട്ടിലും അലീന കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? ഇത് രണ്ടുമാണ്. ഈ ഒരു എയും അതുപോലെ തന്നെ സിയുമാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ 2 പ്രിഫറൻസസ് അലീനയ്ക്ക് ഇവിടെ കൂടുതലായിട്ടുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് നമുക്കറിയാം. ഇത് രണ്ടും എന്താണ്? ഹയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വേറെ ഒരാൾക്ക് 2 എണ്ണോ ഹയർ ഇങ്ങനെ കൂടി നിൽപ്പില്ല. അത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ എന്താണ്? ഗൗരിയുടെ നോക്കിയാലും അറിയാം, രഞ്ജുവിനെ നോക്കിയാലും അറിയാം. ഇവർക്ക് എല്ലാവർക്കും ഒരെണ്ണമേ ഹയർ ആയിട്ടുള്ളൂ. അതായത് ഹയർ സാറ്റിസ്ഫാക്ഷൻ നിൽക്കുന്ന പീക്ക്ഡ് ആയിട്ട് നിൽക്കുന്നത് 2 എണ്ണം പീക്ക് പ്രിഫറൻസ്, 2 എണ്ണം ഒരെണ്ണമേ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉള്ളൂ. പക്ഷേ ഇവിടെ അലീനയുടെ കേസ് വരുമ്പോൾ അലീനയ്ക്ക് 2 ഹയർ യൂട്ടിലിറ്റി തരുന്ന അവയുണ്ട്. 2 പ്രാവശ്യം അലീനയുടെ കർവ് പ്രിഫറൻസ് എന്ത് ചെയ്യുന്നു? പീക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡബിൾ പീക്ക്ഡ് പ്രിഫറൻസ് എന്ന് പറയുന്നു. 2 പീക്ക്ഡ് പ്രിഫറൻസ് അലീനയ്ക്ക് ഉണ്ടായത് അലീന ഡബിൾ പീക്ക്ഡ് പ്രിഫറൻസ് ഒന്ന് ആണ് അലീനയ്ക്കുള്ളതെന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് ആസ് എ വോട്ടിംഗ് പാരഡോക്സിൻ്റെ റിസൾട്ടായിട്ടാണ് ഇങ്ങനെ ഡബിൾ പ്രിഫറൻസ് അലീനയ്ക്ക് ഉള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി രഞ്ജുവിൻ്റെ എന്ന് പറയുന്നത് സെയിം എന്താണ് നമ്മുടെ ഗൗരിയുടേത് പറഞ്ഞ പോലെ സെയിം ആണ്. ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് ബി ആണ്. ബാക്കി എല്ലാത്തിനും എന്താണ്? കമ്പാരിറ്റീവ്ലി ലോ തന്നെയാണ്. പക്ഷേ അലീനയുടെ കേസിലാണെങ്കിൽ അലീനയ്ക്ക് 2 ഇടത്തും എന്താണ്? ഹയർ ആണ്, വളരെ കൂടുതലാണ്. ഈ ഒരു ബി എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ഇടത്തും അലീനയ്ക്ക് കൂടുതലാണ് എന്തെന്ന് പറയുന്നത്? യൂട്ടിലിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ്. അതുകൊണ്ടാണ് ഡബിൾ പീക്ക്ഡ് പ്രിഫറൻസ് എന്നവിടെ പറയുന്നത്. ബാക്കി 2 സിംഗിൾ പീക്ക്ഡ് പ്രിഫറൻസ് ആണ്. ഈ ഒരു ഡബിൾ പീക്ക്ഡ് പ്രിഫറൻസ് ആണ് ഇവിടെ വോട്ടിംഗ് പാരഡോക്സിൻ്റെ റിസൾട്ടായിട്ടാണ് ഡബിൾ പീക്ക്ഡ് പ്രിഫറൻസ് വരുന്നത്. അപ്പോൾ വോട്ടിംഗ് പാരഡോക്സിൻ്റെ റിസൾട്ടാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ ആണോ?